എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം അഷ്ടമസ്കന്ധം അധ്യായം 24 ശ്ലോകം 52, 53, 54, 55, 56 5 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. സത്യവ്രത മഹാരാജാവ് മത്സ്യരൂപിയായിട്ടുള്ള ആ ഭഗവാനെ സ്തുതിക്കുന്നു. സ്തുതി തുടരുകയാണ്. ഗംഗണപതയേ നമഃ, സംസരസ്വത്യേ നമഃ, ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 52. ത്വം സർവലോകസ്യ സുഹൃൽ പ്രിയേശ്വരോ ഹി ആത്മാ ഗുരുർജ്ഞാനമഭീഷ്ടസിദ്ധി തഥാപി ലോകോ ന ഭവന്തമന്ധധീർ ജാനാതി സന്തം ഹൃദി ബദ്ധകാമ. ത്വം നിന്തിരുവടി സർവലോകസ്യ സർവലോകത്തിന്റെ സുഹൃത്ത് ബന്ധുവും പ്രിയേശ്വര പ്രിയനായ ഈശ്വരനും ആത്മാ ആത്മാവും അഭീഷ്ടസിദ്ധി അഭീഷ്ടത്തെ സാധിപ്പിക്കുന്നവനും ജ്ഞാനം ചൈതന്യസ്വരൂപനും ഗുരു ഉപദേഷ്ടാവുമാകുന്നു. തഥാപി എങ്കിലും ബദ്ധകാമ ബന്ധിക്കപ്പെട്ട കാമത്തോടുകൂടിയും അന്ധധീഹി കുണ്ഠിതയായ ബുദ്ധിയോടുകൂടിയും ഇരിക്കുന്ന ലോകം ഹൃദി സന്തം ഭവന്തം ഹൃദയത്തിലിരിക്കുന്ന ഭഗവാനെ ന ജാനാതി അറിയുന്നില്ല. എന്നാൽ എല്ലാ ജനങ്ങളും എന്തുകൊണ്ടാ ഭഗവാനെ ഭജിക്കാതിരിക്കണത് എന്നുള്ളതിന് മറുപടി പറയുകയാണ്. അജ്ഞാനം നിമിത്തം ആണ് ഭഗവാനെ എല്ലാവരും ഭജിക്കാത്തത്. നിന്തിരുവടി സർവലോകത്തിനും ഹിതകർത്താവായ സുഹൃത്തും പ്രിയനും ഈശ്വരനും ആയിരിക്കണം. എന്തുകൊണ്ടെന്നാൽ സർവാഭീഷ്ടത്തെ സാധിപ്പിക്കുന്ന പരിശുദ്ധ ജ്ഞാനം ആണ് അങ്ങയുടെ സ്വരൂപം. ആ അറിവ് തന്നെയാണ് ആത്മാവായിട്ട് സർവരിലും വ്യാപിച്ചിരിക്കുന്നത്. ഈ പരമാർത്ഥത്തെ അനുഭവപ്പെടുത്തി ശിഷ്യനെ ആത്മസ്വരൂപനാകുന്ന പരമഗുരുവും ഈ പരമാർത്ഥത്തെ അനുഭവപ്പെടുത്തി ശിഷ്യനെ ആത്മസ്വരൂപനാക്കുന്ന പരമഗുരുവും അവിടുന്ന് തന്നെയാണ് ഭഗവാൻ. എങ്കിലും തുച്ഛ വിഷയങ്ങളിലുള്ള ആഗ്രഹ നിമിത്തം ആത്മാവല്ലാത്ത ദേഹേന്ദ്രിയാദികളെ ആത്മത്തേന ധരിക്കുന്ന ഈ മൂഢലോകം ആനന്ദ സ്വരൂപത്തോടുകൂടി ഹൃദയത്തിലിരിക്കുന്ന അങ്ങയെ അറിയുന്നില്ല ഭഗവാന്. അഹോ മോഹമഹിമ എന്ന് പറയുന്നു. തം ത്വാമഹം ദേവവരം വരേണ്യം പ്രപദ്യ ഈശം പ്രതിബോധനായ ചിന്ത്യർത്ഥദീപേർഭഗവൻ വചോഭിർഗ്രന്ഥീൻ ഹൃദയാൻ വിവൃണുസ്വമോഘ. അഹം ഞാൻ ദേവവരം ദേവന്മാരിൽ ശ്രേഷ്ഠനും ഈശം ഈശ്വരനും വരേണ്യം വരിക്കാൻ യോഗ്യനുമായ തം ത്വാം ആ നിന്തിരുവടിയെ പ്രതിബോധനായ ഉപദേശത്തിനായിക്കൊണ്ട് പ്രപദ്യേ ശരണം പ്രാപിക്കുന്നു. ഭഗവൻ ഹേ ജ്ഞാനസ്വരൂപ അർത്ഥദീപൈഹി വചോഭിഹി പരമാർത്ഥത്തെ പ്രകാശിപ്പിക്കുന്ന വാക്കുകൾ കൊണ്ട് ഹൃദയാൻ ഗ്രന്ഥീൻ ഹൃദയത്തിലുള്ള ബന്ധങ്ങളെ ഛിന്തി ഛേദിച്ചാലും സ്വം ഓക സ്വന്തം സ്വരൂപത്തെ വിവരിച്ചാലും ഞാനാകട്ടെ ജ്ഞാനോപദേശം ചെയ്യണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഭഗവാനെ അവിടുത്തെ തന്നെ ശരണം പ്രാപിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ദേവന്മാരിൽ ശ്രേഷ്ഠനും ജീവാത്മാക്കളെ അനുഗ്രഹിക്കാൻ സമർത്ഥനായ ഈശ്വരനും ശരണം പ്രാപിക്കാൻ അർഹനും ആണ്. ഹേ ഭഗവൻ, ആത്മതത്വത്തെ പ്രകാശിപ്പിക്കുന്ന അങ്ങയുടെ വാക്കുകളാകുന്ന ദീപപ്രഭയാൽ എന്റെ ഹൃദയത്തിൽ വ്യാപിച്ചിരിക്കുന്ന ദേഹാത്മഭാവമാകുന്ന അജ്ഞാനമാകുന്ന ഹൃദയഗ്രന്ഥികളെ നശിപ്പിക്കണേ. അവിടുന്ന് സ്വന്തം പരമാത്മഭാവത്തെ എന്നെ ധരിപ്പിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രീശുക ഉവാച ഇത്യുക്തവന്തം നൃപതിം ഭഗവാൻ ആദിപൂരുഷ മത്സ്യരൂപേ മഹാംബോധൗ വിഹരൻ തത്വമബ്രവീത്. ഇതി ഉക്തവന്തം നൃപതി ഇപ്രകാരം പറയുന്ന നൃപതിയോട് മത്സ്യരൂപി മത്സ്യാകൃതിയിലിരിക്കുന്ന ആദിപുരുഷ ഭഗവാൻ ആദിപുരുഷനായ ഭഗവാൻ മഹാംബോധൗ പ്രളയസമുദ്രത്തിൽ വിഹരൻ ക്രീഡിക്കുന്നവനായിട്ട് തത്വം അബ്രവീ തത്വത്തെ പറഞ്ഞു. ശ്രീ ശുകബ്രഹ്മർഷി പറയാണ്, ഇപ്രകാരം പ്രാർത്ഥിച്ച ആ രാജാവിനോട് മത്സ്യരൂപം ധരിച്ചിരിക്കുന്ന പ്രളയസമുദ്രത്തില് അങ്ങനെ വിഹരിച്ചുകൊണ്ടിരിക്കുന്ന സാക്ഷാൽ ഭഗവാൻ ശ്രീനാരായണമൂർത്തി പരമാത്മതത്വം ഉപദേശിച്ചു മഹാരാജാവിന്.
പുരാണസംഹിതാം ദിവ്യം സാഖ്യയോഗക്രിയാവതീം സത്യവ്രതസ്യ രാജർഷേ ആത്മഗുഹ്യമശേഷത. സാഖ്യയോഗ ക്രിയാവതീം, സാഖ്യം, യോഗം, ക്രിയ എന്നിവയോടുകൂടിയതും ദിവ്യാം, ദിവ്യയുമായ പുരാണ സംഹിതാം, പുരാണ സംഹിതയെ രാജർഷേ സത്യവ്രതസ്യ, രാജർഷിയായ സത്യവ്രതന് അബ്രവീൽ, ഉപദേശിച്ചു. ആത്മഗുഹ്യം, ആത്മാവിന്റെ രഹസ്യ തത്വം, അശേഷത, സമസ്തവും. ഭഗവാൻ ചെയ്ത ഉപദേശം എന്തായിരുന്നു എന്ന് പറയണ്. മത്സ്യമൂർത്തിയായ ഭഗവാൻ ആത്മരഹസ്യം മുഴുവനും അടങ്ങിയതും ജ്ഞാനം, ഭക്തി, കർമ്മം എന്നിവയുടെ സ്വരൂപങ്ങൾ പ്രതിപാദിക്കുന്നതും ദേവനായ ഭഗവാനാൽ പറയപ്പെട്ടതാകയാൽ ദിവ്യവുമായിരിക്കുന്ന ആ പുരാണ സംഹിതയെ രാജർഷിയായ സത്യവ്രത മഹാരാജാവിന് ഉപദേശിച്ചു. അതാണ് മത്സ്യപുരാണം എന്ന ഉത്കൃഷ്ട സംഹിത. ഒരു ഉത്കൃഷ്ടമായിട്ടുള്ള ഒരു സംഹിത മത്സ്യപുരാണം പ്രസിദ്ധമായതാണ്. അശ്രൗഷീൽ ഋഷിഭിः സാകം ആത്മതത്വമസംശയം നാവ്യാസീനോ ഭഗവത പ്രോക്തം ബ്രഹ്മ സനാതനം. ഭഗവത, ഭഗവാനാൽ പ്രോക്തം, ഉപദേശിക്കപ്പെട്ട സനാതനം ബ്രഹ്മ, പരമാർത്ഥ ബ്രഹ്മമായ ആത്മതത്വം, ആത്മസ്വരൂപത്തെ അസംശയം, സംശയം തീരത്തക്ക വിധം ഋഷിഭിः സാകം, ഋഷികളോടുകൂടി നാവി ആസീന, കപ്പലിൽ വസിക്കുന്ന രാജർഷി അശ്രൗഷീത്, ശ്രവിച്ചു. ഭഗവാൻ ഉപദേശിച്ച ആ പരമാർത്ഥ ബ്രഹ്മമായി തന്നെ ഇരിക്കുന്ന ആത്മസ്വരൂപത്തെക്കുറിച്ച് സംശയ വിപരീത ഭാവനകൾ തീരെ നശിച്ചു രാജാവിന്റെ. അങ്ങനെ ആ മഹാരാജാവ്, ആ രാജർഷി, സപ്തർഷികളോടുകൂടി തോണിയിലിരിക്കുന്ന സത്യവ്രത മഹാരാജാവ് എല്ലാ സംശയങ്ങളും തീർന്ന് അങ്ങനെ കേട്ടുകൊണ്ടിരുന്നു. ആ സപ്തർഷികളോടുകൂടി കപ്പലിലിരിക്കുകയാണല്ലോ മഹാരാജാവ്. എല്ലാം കേട്ട് വളരെ സന്തുഷ്ടനായി എന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ സംശയങ്ങളെല്ലാം നശിച്ചു ഇത് കേട്ടപ്പോൾ. ബാക്കിയുള്ള ശ്ലോകങ്ങൾ നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ